വണ്ടിപ്പെരിയാർ അരണയ്ക്കൽ എസ്റ്റേറ്റ് ഹില്ലാസ് ഡിവിഷനിൽ കടുവയുടെ ആക്രമണത്തിൽ പശുവിന് പരിക്കേറ്റു. ഹില്ലാസിൽ താമസിക്കുന്ന അയ്യപ്പൻ എന്നയാളുടെ 4ാമത്തെ പശുവിനെയാണ് കടുവ പിടിക്കുന്നത്. പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുണ്ടായതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. കടുവ ഭീതി ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 3 ആഴ്ചകൾക്കിടയിൽ വണ്ടിപ്പെരിയാർ അരണയ്ക്കൽ എസ്റ്റേറ്റ് ഹില്ലാസ് ഡിവിഷനിൽ താമസിക്കുന്ന അയ്യപ്പൻ എന്നയാളുടെ 3ാമത്തെ പശുവിനെയാണ് കടുവ ആക്രമിക്കുന്നത്. 6 മാസത്തിനിടയിൽ പ്രദേശത്തെ 10ഓളം വളർത്തുമൃഗങ്ങളാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. എന്നാൽ അയ്യപ്പൻ എന്നയാളുടെ 4 പശുവിനെ കടുവ ആക്രമിച്ചതിൽ 3 പശുക്കൾ രക്ഷപ്പെട്ടു. എങ്കിലും തീറ്റ എടുക്കുന്നില്ല എന്നും ഒരു പശുവിനെ 3 ആഴ്ചകൾക്ക് മുമ്പ് ചത്തനിലയിൽ കണ്ടെത്തിയതായും അയ്യപ്പൻ പറയുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ രാത്രിയിൽ എസ്റ്റേറ്റ് തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന് സമീപം വരെ കടുവയെത്തി പശുവിനെ ആക്രമിക്കാൻ ശ്രമിച്ചത്. തുടർന്ന് വനപാലകരെ വിവരമറിയിക്കുകയും മൗണ്ട് ഡിവിഷനിൽ നിന്നുള്ള വനപാലകർ സ്ഥലത്തെത്തി പരിശോധിക്കുകയും ചെയ്തു. പശുവിനെ ആക്രമിച്ചത് കടുവ തന്നെയാണോ എന്ന് അറിയുന്നതിനായി സ്ഥലത്ത് ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു. ജനവാസ മേഖലയായ വണ്ടിപ്പെരിയാറിന്റെ ഗ്രാമ്പി, രാജമുടി തുടങ്ങിയ പ്രദേശത്ത് കഴിഞ്ഞ 6 മാസക്കാലമായി കടുവയുടെ സാന്നിധ്യം ഉള്ളതായി നാട്ടുകാർ പറയുന്നുണ്ട്. എങ്കിലും ഇതുവരെ കടുവയെ പിടികൂടുന്നതിനാവശ്യമായ നടപടി വനംവകുപ്പ് ചെയ്തില്ലെന്ന ആക്ഷേപവും നിലനിൽക്കുകയാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ ഉടൻ തന്നെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.